തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ 20ാമത് ഉറൂസ് മുബാറക്കിന്റെ രണ്ടാം ദിനമായി ഇന്നലെ നടന്ന ആത്മീയ സമ്മേളനം പ്രൗഢമായി. സയ്യിദ് ഷാഹുൽ ഹമീദ് ജിഫ്രിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ സയ്യിദ് മുഹമ്മദ് ബാക്കിർ ഷിയാബ് അധ്യക്ഷത വഹിച്ചു. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ദിക്ർ മജ്ലിസിന് അതാവുള്ള അഹ്സനി ചാപ്പനങ്ങാടി നേതൃത്വം നൽകി. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി പ്രഭാഷണം നടത്തി. സമാപന ദുവയ്ക്ക് സയ്യിദ് ബായാർ തങ്ങൾ നേതൃത്വം നൽകി. സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ഉസ്താദിന്റെ ലോകം എന്ന വിഷയത്തിൽ നടന്ന സംഭാഷണത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട്, ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താണി, ഡോക്ടർ ഉമ്മറുൽ ഫാറൂഖ് സക്കാഫി കോട്ടുമല എന്നിവർ നേതൃത്വം നൽകി. ഉറൂസ് മുബാറക്കിന് സദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ കുണ്ടൂർ ഗൗസിയയിൽ 21-ന് ഭക്തി നിർഭരമായ തുടക്കമാണ് കുറിച്ചത്. 4 ദിവസങ്ങളായി നടക്കുന്ന ഉറൂസ് മുബാറക്കിന് സമസ്ത പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ കൂടി ഉയർത്തിയതോടെയാണ് തുടക്കം കുറിച്ചത്. ഒരു പേരുള്ള രാജ്യമായി പോയി. എന്തായി കാരണം? അത് അവർ സൂദാന പറയാൻ വെച്ച കാരണമുണ്ട്. മഹാനവറുകൾ ഈ റോഡ് മുകളിൽ നടന്നുകൊണ്ട് പടന്ന് പളിച്ചമക്കൾ നിറഞ്ഞാണ്ട് സ്ഥലത്തില്ലെങ്കിൽ നടക്കുകയാണ്. അങ്ങനത്തെ മഹാനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ദീനിയായ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കി അത് ഇൽമനെ പഠിപ്പിക്കലും ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കലുമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നല്ലാതെ അതുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കലല്ല. അപ്പം അതുകൊണ്ട് മഹാനായ പിന്നെ വലിയതായി അവരുടെ മാതൃക നമ്മൾ പിൻപറ്റണം. പിൻപറ്റിയിട്ട് ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകണം. അപ്പം അതുകൊണ്ട് ഇതൊരു കൂടി പിരിയാന്നുള്ള മാത്രമാകരുത്. സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഉറൂസ് നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.